ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഇപ്പോൾ കിച്ചണിൽ വന്നിരിക്കുവാണ്. പിന്നെ ബേബീസൊക്കെ സ്കൂളിൽ പോയ ദിവസമാണ്, നഴ്സറിയിൽ. അപ്പോൾ എല്ലാവരും ചോദിക്കും നഴ്സറി 2 വയസ്സായില്ലല്ലോ, 1 വയസ്സ് തൊട്ട് നഴ്സറിയിലാണ് പോകുന്നത്, നഴ്സറി സ്കൂളിലാണ് പോയി തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിച്ചണിൽ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 പേരും വർക്കിംഗ് ആണ്. അപ്പോൾ എനിക്ക് വീടിൻ്റെ ഒരു ചാവി എൻ്റെ കയ്യിലും ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഊബറൊക്കെ പിടിച്ച് സ്വന്തമായിട്ടൊക്കെ ഊബറിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ജോലി കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് പുറത്ത് പോകാൻ വരാം. അപ്പോൾ അങ്ങനെ ഒരു മൊബിലിറ്റി കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പിന്നെ അശ്വിനെയൊക്കെ ബുദ്ധിമുട്ടിക്കണ്ടേ, എന്നെ ഡ്രോപ്പ് ചെയ്യണം, വിളിക്കാൻ പോകണം, വിളിക്കാൻ വരണം. അപ്പോൾ അത് വേണ്ട. അപ്പോൾ ഞാൻ സെൽഫായിട്ട് പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കുറച്ചുകൂടി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഇന്നത്തെ വെതർ നോക്കിയേ, അത്യാവശ്യം നല്ല വെയിലുള്ളൊരു ദിവസമാണ്. ഇറ്റ്സ് എ സണ്ണി ഡേ. ഓക്കെ, അപ്പോൾ എവിടെയെങ്കിലും പോകണം. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് എവിടെയൊക്കെ പോകണം എന്നൊക്കെ ആലോചിച്ചിട്ട് പോകാൻ പറ്റുന്ന ദിവസം ഇതിൻ്റെ കൂടുതലും മൺഡേസ്, വെനസ്ഡേസ് ആൻഡ് ഫ്രൈഡേസ് ആണ് ബേബീസ് സ്കൂളിൽ പോകുന്ന ദിവസങ്ങളാണ്. അപ്പം ആ ദിവസമാണ് ഞാൻ കൂടുതലായിട്ടും പുറത്ത് പോകാനുള്ള ചാൻസസ്. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ കുക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്ന് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു റൈസ്, സാധാരണഗതിയിൽ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ റൈസും രാജ്മ വെച്ചിട്ട് കോമ്പിനേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് രാജ്മ ചാവൽ എന്ന് പറഞ്ഞിട്ട്. അത് പ്ലെയിൻ റൈസാണ് വെക്കുന്നത്, രാജ്മയുടെ ഒരു കറിയും വെച്ചിട്ട് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കഴിക്കും. പക്ഷെ ഞാൻ അതിനെ കമ്പൈൻ ചെയ്ത് രണ്ടിനെയും കൂടെ ചേർത്തിട്ടൊരു പുലാവ് സ്റ്റൈലാക്കാൻ പോവാണ്, രാജ്മ ചാവൽ എന്ന് പറഞ്ഞിട്ട്. ആൻഡ് അതിൻ്റെ കൂടെ ഒരു സൈഡായിട്ട് പനീർ, ഞാൻ പറഞ്ഞില്ല ഇവിടെ എല്ലാവരുടെയും ഫേവറേറ്റാണ്, സ്റ്റോക്ക് ഉണ്ട്. പിന്നെ പാലൊക്കെ കുറേ ഇരിക്കുന്നു, അത് ചീത്തായി പോകുന്നതിന് മുമ്പ് അതെന്തെങ്കിലും ചെയ്യണം. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണ് പാലക് പനീർ, അത് കാരണം പാലക് പനീർ ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ വേറെ കാര്യം വെച്ചാൽ അത് ഏറ്റവും എളുപ്പത്തിൽ പാർവതി ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻസ്റ്റൻറ്റ് ബോട്ടിലാണ്. ഭയങ്കര ഈസി റെസിപ്പിയാണ് പാർവതി പറയുന്നത്, ഇതിൽ ചെയ്യുകയാണെങ്കിൽ എളുപ്പമാണ് അത്. അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റൻറ്റ് പോട്ടിൽ തന്നെ ചെയ്യാം. ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് ഇൻസ്റ്റൻറ്റ് പോട്ടിലുള്ള കുക്കിംഗ് എന്ന് കാണിച്ചു തരുമോ ചേച്ചി, ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ഇതിൽ കൂടുതൽ ഇപ്പോൾ റൈസാണ് ഞാൻ ഉണ്ടാക്കുന്നത്, റൈസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷേ കറീസും അതുപോലെ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിന്ന് പാലക് പനീർ ഇൻസ്റ്റൻറ്റ് പോട്ടിൽ ഉണ്ടാക്കാൻ പോകണം. ഒൺലി തിങ് ഈസ് അത് നമ്മളിപ്പോൾ സോർട്ട് ചെയ്തിട്ട് പാലക്കെന്ന് വെന്ത് കഴിഞ്ഞിട്ട് എടുത്തിട്ട് ഒന്നുകിൽ ഇപ്പോൾ കൈവച്ച് അതിനകത്ത് വെച്ച് തന്നെ നമുക്ക് ചൂടോടുകൂടി തന്നെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന ഹാൻഡ് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ, അതല്ല എന്നുണ്ടെങ്കിൽ അതിനെ പുറത്തേക്ക് എടുത്തിട്ട് ഒന്ന് കൂളാക്കിയിട്ട് മിക്സിയിൽ വെച്ചിട്ടൊന്ന് അടിച്ചിട്ട് തിരിച്ചതിനകത്തേക്ക്. അപ്പോൾ ഇത് 1 പോട്ട് ഡിഷായിട്ട് ചെയ്യുമ്പോൾ എല്ലാം കൂടെ ഒരിടത്ത് ചെയ്യുമ്പോൾ ആ ഹാൻഡ് ബ്ലെൻഡർ ഭയങ്കര കംഫർട്ടബിളും കൺവീനിയൻറ്റും ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു പാലക് പനീർ ഉണ്ടാക്കാം ഈസി ആയിട്ട്. അതിൻ്റെ കൂടെ ഒരു രാജ്മ ചാവൽ റൈസും എങ്ങനെ ഉണ്ടാവും, നല്ല കോമ്പിനേഷൻ അല്ലേ. പിന്നെ ഒരു എളുപ്പത്തിനൊരു സാലഡ് ഉണ്ടാക്കാം, റേത്ത ഉണ്ടാക്കാം ടിൻഡ് ടൊമാറ്റോസ് വെച്ചിട്ട്. അപ്പോൾ ഇതാണ് ഇന്ന് എൻ്റെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്ത് തുടങ്ങിയാലോ. ഓക്കെ, എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാണ്. ഞാൻ ഇനി ഫ്രിഡ്ജിനകത്തുനിന്ന് പാലക്കൊക്കെ എടുത്തിട്ട് വരാം, എല്ലാ കാര്യങ്ങളും ചെയ്ത് വിൽ സ്റ്റാർട്ട്. അപ്പോൾ നമുക്കിനി ഇൻസ്റ്റൻറ്റ് പോട്ടിൽ പാലക് പനീർ ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം ഇൻസ്റ്റൻറ്റ് പോട്ടിൻ്റെ അടപ്പൊന്ന് മാറ്റി വയ്ക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഓപ്ഷൻസ് ഏതൊക്കെയാണ് പ്രസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ സോട്ട് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യണം. സോട്ട് അത് വഴറ്റി ഓപ്പണായിട്ട് നമുക്ക് അടപ്പ് തുറന്നു വെച്ചിട്ട് ഇപ്പോൾ ചീൻചട്ടിയിലൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്രൈയിങ് പാനിൽ ചെയ്യുന്ന പോലെ ഈ പാത്രത്തിൽ തന്നെ ചെയ്യാം. എന്നിട്ട് ടെമ്പറേച്ചർ നമുക്കിതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പ്ലസ് ആൻഡ് മൈനസ് ടെമ്പറേച്ചർ എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ടെമ്പറേച്ചർ 1 to 10 വരെ കൊടുത്തിട്ടുണ്ടാവും. അതിലിപ്പോൾ നമുക്ക് കുറച്ച് ടെമ്പറേച്ചർ മതിയെങ്കിൽ 2 or 3 പ്രസ് ചെയ്യാം. അത് മൈനസിൽ പ്രസ് ചെയ്യുമ്പോൾ അത് വരും. പിന്നെ പ്ലസ് പ്രസ് ചെയ്യുമ്പോൾ അത് 5, 6 അങ്ങനെ ടെമ്പറേച്ചറിൻ്റെ ഇത് കൂടി വരും. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം ചെയ്യാം. പിന്നെ ആ പ്രസ് കഴിഞ്ഞിട്ട് ആ ഡിസ്പ്ലേയിൽ ഓൺ എന്ന് വരും. ആ വന്നു തുടങ്ങുമ്പോഴാണ് ചൂടായി തുടങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ ഓൺ വന്നു കഴിഞ്ഞു. ഇനി ഇതിപ്പോൾ നമ്മളൊരു ചീൻചട്ടിയിൽ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഫ്രൈയിങ് പാനിൽ ചെയ്യുന്ന പോലെ വിചാരിച്ചാൽ മതി. അപ്പോൾ ഈ പാത്രത്തിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ, ഇത് ഉരുക്കാത്ത നെയ്യാണ്, ഉരുക്കിക്കോളും ചൂടുകൊണ്ട്. അതിനോടൊപ്പം 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിക്കുന്നു. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം. ഇവിടെ ഇപ്പോൾ അറിയാമല്ലോ റേപ്സീഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, പിന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർക്കണം. അപ്പോൾ നല്ല ജീരകം ഇങ്ങനെ പൊട്ടി മൂത്ത് വരും. അപ്പോൾ ഇതെല്ലാം രണ്ടും കൂടി കിടന്നിട്ട് മൂക്കട്ടെ. സാധാരണ നമ്മൾ സ്റ്റൗവിലോ അല്ലെങ്കിൽ അടുപ്പിൽ വെച്ച് ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെ. ഇതിപ്പോൾ എല്ലാം നമ്മുടെ ഇലക്ട്രിക്കായിട്ട് ആ ചൂട് കൊണ്ട് നടക്കുന്നു എന്ന് മാത്രം. ഇത് നോക്കിയ കളറൊക്കെ മാറി പെട്ടെന്ന് തന്നെ മൂത്ത് തുടങ്ങി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കാം. 1 പച്ചമുളക് അരിഞ്ഞതും 1 വലിയ സവാള നുറുക്കിയതും കൂടി ചേർക്കുന്നു. അപ്പോൾ ഇത് സവാളയൊന്നും ഭയങ്കര ഫൈനായിട്ട് മുറിക്കണം എന്നില്ല, റഫായിട്ട് ചോപ്പ് ചെയ്താൽ മതി. കാരണം ഇത് അവസാനം നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കും, അരച്ചെടുക്കും. അതുകൊണ്ടാണ്. നല്ല ചൂടാണ്, അതുകൊണ്ട് ടെമ്പറേച്ചർ ഞാനിപ്പോൾ നന്നായിട്ട് കുറയ്ക്കുന്നു, 3ലേക്ക് കൊണ്ടുപോകാൻ. ഇപ്പോൾ സവാളയുടെയൊക്കെ നിറം ചെറുതായി മാറാൻ തുടങ്ങുന്നു. ഇനി 1 വലിയ ടൊമാറ്റോ, അതും റഫായിട്ട് ചോപ്പ് ചെയ്താൽ മതി, വലിയ ഷേപ്പൊന്നും വേണമെന്നില്ല, അതുകൂടി ചേർക്കുന്നു. 1 മിനിറ്റ് ഇങ്ങനെ വഴറ്റി കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി,
പിന്നെ ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി, 1/2 മുതൽ 3/4 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നു. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. ഇത് നല്ല ഗ്രീൻ കളർ അങ്ങനെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നില്ല. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണെങ്കിൽ ഈ സമയത്ത് ചേർത്താൽ മതി. ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ അടിക്ക് എന്തെങ്കിലും ഇങ്ങനെ പിടിക്കുന്ന സ്റ്റീൽ പാത്രമല്ലേ, ഇങ്ങനെ ഒട്ടി പിടിക്കുകയാണെങ്കിൽ അത് ഇളകി വരും. നന്നായിട്ട് മിക്സായി കഴിഞ്ഞു. ഇനി ബേബി പാലൊക്കെ ചേർക്കാൻ പോകണു. ഇത് നല്ല ചെറിയ ടെൻഡർ തണ്ടോട് കൂടിയുള്ള ബേബി പാലൊക്കെ നല്ല രസമാണ്. നമുക്ക് ആ തണ്ടൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. 2 സ്റ്റേജസ് ആയിട്ട് ചേർക്കാം. ഇതിപ്പോൾ 1/2 കിലോ ആണ് ഞാൻ ചേർക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയിരിക്കുന്ന എല്ലാം കൂടി ചേർക്കാം. ഇനിയിപ്പോൾ ഇളക്കണം എന്നില്ല, പാത്രം ഒന്ന് അടയ്ക്കട്ടെ. ഇൻസ്റ്റൻറ്റ് പോട്ടിൻ്റെ അടപ്പ് വെച്ച് തന്നെ നന്നായിട്ടൊന്ന്, അതിൽ ക്ലോസ് എന്നുള്ള ഓപ്ഷൻ ഇങ്ങനെ അങ്ങോട്ട് തിരിക്കുമ്പോൾ ക്ലോസ്, ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ഓപ്പൺ അങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങോട്ട് തിരിച്ച് വയ്ക്കാം. ക്ലോസിൻ്റെ പ്രഷർ മോഡിലാണ് പ്രസ് ചെയ്യേണ്ടത്. സോട്ട് മോഡിലാണ് ഇത്ര നേരം ഉണ്ടായിരുന്നത്. ഇനി പ്രഷർ കുക്കർ പോലെ പ്രഷർ മോഡ് എന്ന് പറഞ്ഞാൽ അതിൽ എഴുതിയിട്ടുണ്ടാവും, അതിൽ പ്രസ് ചെയ്യണം. എന്നിട്ട് അപ്പോൾ ടൈമർ എത്ര സമയം വെക്കണം എന്നുള്ളതും നമ്മൾ ചെയ്യണം. 2 മിനിറ്റ്സ് ആണ് ടൈമിങ്ങിൻ്റെ അവിടെ വയ്ക്കേണ്ടത്. 2 മിനിറ്റ്സ് മതി. പിന്നെ ഈ പ്രഷർ കുക്കറിലൊക്കെ ഉള്ള പോലെ ഒരു വെൻ്റ് ഉണ്ട്. ആ വെൻ്റ് ഇങ്ങനെ ആ പ്രഷർ പുറത്ത് പോകാണ്ടിരിക്കാൻ സീലിംഗ് മോഡിലേക്ക് മാറ്റണം. 2 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ബീപ്പ് ശബ്ദം കേൾക്കും. ആ ബീപ്പ് ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാനുവലായിട്ട് തന്നെ ആ വെൻ്റ് ഇങ്ങോട്ട് തിരിച്ചിട്ട് അതിൻ്റെ പ്രഷർ റിലീസ് ചെയ്യണം, നമ്മൾ കുക്കറിലൊക്കെ ചെയ്യുന്ന പോലെ. കൂടുതൽ സമയം വെയിറ്റ് ചെയ്യേണ്ട, 5 മിനിറ്റ്സ് മതി, അല്ലെങ്കിൽ നമ്മുടെ ഇലയുടെ നിറമൊക്കെ മാറിപ്പോകും. ഇതിപ്പോൾ അതുപോലെ ഞാൻ ആ ഇൻസ്ട്രക്ഷൻസിൽ പറയുന്ന പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നോക്കുന്നു, അടപ്പ് തുറന്നു. അപ്പോൾ വെൻ്റ് തുറന്നിട്ട് അതിൻ്റെ പ്രഷറൊക്കെ മാറ്റിയിട്ടാണ് ഇപ്പോൾ ഇത് ഓപ്പൺ ആക്കിയത്. നോക്കിയേ, ഇലയെല്ലാം നന്നായിട്ട് വാടിക്കഴിഞ്ഞു. ഒന്ന് ഇളക്കി കൊടുക്കാം. ആദ്യം നമ്മൾ ഒഴിച്ച വെള്ളവും അതിൻ്റെ താഴ്ഭാഗത്ത് ഉണ്ട്. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാം. ഇൻസ്റ്റപോട്ട് എന്ന് പറയുമ്പോൾ അത് 1 പോട്ട് ഈസി ഡിഷായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് തന്നെ നടക്കണം. അപ്പോൾ സാധാരണഗതിയിലാണെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ വേവിച്ചിട്ടാണെങ്കിൽ നമുക്കിപ്പോൾ ഇതിനകത്ത് വെച്ച് തന്നെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു കൈ വെച്ച് ബ്ലെൻഡ് ചെയ്യുന്ന ഇമേഴ്ഷൻ ബ്ലെൻഡർ എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടുമല്ലോ, അത് വെച്ച് ചെയ്യുകയാണെങ്കിൽ ചൂടോടുകൂടി തന്നെ നമുക്കിങ്ങനെ മാഷ് ചെയ്തെടുക്കാം, പ്യൂറി ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇമേഴ്ഷൻ ബ്ലെൻഡർ ഇവിടെ ഉണ്ട്, അത് വെച്ചിട്ട് ഇതൊന്ന് സ്മൂത്താക്കി ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോവാണ്. ഇതുപോലെ ഇങ്ങനെ ആക്കി വരുമ്പോൾ കാണുന്നുണ്ടല്ലോ അല്ലേ, അരഞ്ഞ് നല്ല പ്യൂറീഡ് ഫോമായിട്ട് മാറും. ഇനി ഇങ്ങനെ കയ്യിൽ വെച്ച് ചെയ്യുന്ന ഇമേഴ്ഷൻ ബ്ലെൻഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ പോട്ടിൽ നിന്ന് ഇപ്പോൾ റെഡി ആയിരിക്കുന്ന ഇല അതിൽ നിന്ന് മാറ്റി ഒന്ന് തണുക്കാനായിട്ട് വെച്ചിട്ട് മിക്സി ഉപയോഗിച്ചിട്ട് അരച്ചിട്ട് തിരിച്ചിതിനകത്തേക്ക് തന്നെ ഒഴിക്കേണ്ടി വരും. അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ സാധാരണ നമ്മൾ അല്ലാണ്ട് നമ്മൾ അടുപ്പിൽ വെച്ച് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ തിളച്ച വെള്ളത്തിലിട്ട് ഒരു മിനിറ്റ് ഈ ഇലയൊന്ന് വാട്ടിയെടുക്കും. എന്നിട്ട് കോരിയെടുത്തിട്ട് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് അരച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് പ്യൂറി ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊരു 1 പോട്ട് ഈസി ഡിഷാണ്. അപ്പോൾ ഈ ബ്ലെൻഡിങ് പരിപാടി ഇതിനകത്ത് തന്നെ ഞാനിപ്പോൾ ചെയ്യാണ്, ഇമേഴ്ഷൻ ബ്ലെൻഡർ വെച്ചിട്ട്. ഓക്കെ, ഇപ്പോൾ നോക്കിയാൽ നല്ല കളറൊന്നും മാറിയിട്ടില്ല, ആ പച്ച നിറം അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ടൊരു പാലക് പ്യൂറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്ത് ഈസിയാണല്ലേ. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കുന്നു. ഇനി 1 ടീസ്പൂൺ കസൂരി മേത്തിയുടെ ഇലയായിട്ട് തന്നെ ഞാൻ ഇടുകയാണ്. കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉടച്ചിടുന്നു. കസൂരി മേത്തി പൗഡർ ഫോമിലാണ് ഇടുന്നതെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്താണെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. ഇനിയാണ് പനീറിൻ്റെ പീസസ് ഇടുന്നത്. ഇവിടുത്തെ പനീറിൻ്റെ അരി ഞാൻ എത്ര വർണ്ണിച്ചാലും എനിക്ക് മതിയാവില്ല, അത്ര സോഫ്റ്റ് ആൻഡ് ചീസിയാണ്. ഇപ്പോൾ 400 ഗ്രാമാണ് സ്ക്വയർ പീസസ് ആയിട്ട് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് തടിത്തവി കൊണ്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പ്രഷർ മോഡിലല്ലേ ഇട്ട് ഇത് വേവിച്ചെടുത്ത് ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ സോട്ട് മോഡിലേക്ക് വീണ്ടും മാറ്റുന്നു. വഴറ്റുന്ന മോഡാണ് സോട്ടേ മോഡിലേക്ക് മാറ്റുന്നു. ഇനിയിപ്പോൾ അടയ്ക്കണ്ട, തുറന്ന് വെച്ച് തന്നെ നമുക്ക് സാധാരണ അടുപ്പിൽ വെച്ച് ചെയ്യുന്ന പോലെ ചെയ്യാം. ഒരു 5 മിനിറ്റ് കൂടി തിളയ്ക്കാനായിട്ട് ഈ സോട്ടേ മോഡിൽ ഇടുകയാണ്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. പനീർ നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയി കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓഫ് ചെയ്യാം. നമ്മൾ ക്യാൻസൽ എന്നാണ് ഇതിൽ എഴുതി വരുന്നത്. ക്യാൻസൽ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓഫാകും. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ഫ്രഷ് ക്രീം ആകാം. ഓപ്ഷണലാണ്, ഫ്രഷ് ക്രീം ഇല്ലാതെ ഉപയോഗിക്കാം, പക്ഷേ ഫ്രഷ് ക്രീം ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി റിച്ച് ആകും. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ആ പാത്രം പോട്ടിൽ നിന്നും എടുത്ത് മാറ്റാൻ പോവുകയാണ്. ഇതിങ്ങനെ ഒരു സ്റ്റീൽ പാത്രത്തിൽ തന്നെ ആയതുകൊണ്ട് ഇതുപോലെ പൊക്കി അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്കത് സെർവിങ് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ സ്റ്റീൽ പാത്രം കഴുകി ഉണക്കി
തുടച്ചിട്ട് തിരിച്ച് ഇതിനകത്ത് വെച്ചാൽ മതി. വളരെ ഈസിയാണ് ഹാൻഡിൽ ചെയ്യാനും ഉപയോഗിക്കാനും ഒക്കെ. ക്ലീനിങ് പ്രോസസ്സൊക്കെ വളരെ സിമ്പിളാണ്. ഒരു സൈഡിൽ ഞാൻ കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അരി വേവിക്കാൻ നമ്മൾ ബസ്മതി റൈസ് വേവിച്ച് ഊറ്റാൻ പോവാണ്. ഇനി രാജ്മ ചാവൽ ഉണ്ടാക്കണ്ടേ പാലക് പനീറിൻ്റെ കൂടെ കഴിക്കാൻ, അതിന് വേണ്ടിയിട്ടാണ്. വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ കഴുകിയെടുത്ത ബസ്മതി റൈസ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് പാകത്തിന് വേവിച്ച് ഊറ്റിയെടുക്കണം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വേവിച്ച് വേണം ഊറ്റാൻ. അപ്പോൾ റൈസിനകത്തേക്കുള്ള ഉപ്പും കൂടി കിട്ടുമല്ലോ. അപ്പോൾ അതൊരു സൈഡിൽ നടക്കട്ടെ. ഈ സമയം കൊണ്ട് സെർവിങ് പാത്രത്തിലേക്ക് പാലക് പനീർ ഞാൻ മാറ്റാൻ പോണു. നോക്കിയാൽ അതിൻ്റെ കളർ നോക്കിയേ, എന്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കണം. ആ ബ്യൂട്ടിഫുൾ ഗ്രീൻ കളർ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പാലക് പനീർ റൈസ് റെഡി. അതൊരു സൈഡിൽ ഇരുന്നോട്ടെ. ഇനി അടുത്ത നമുക്ക് അപ്പോൾ രാജ്മ ചാവൽ ഉണ്ടാക്കാൻ പോണു. ടിൻഡ് റെഡ് കിഡ്നി ബീൻസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും. ടിൻഡ് കിഡ്നി ബീൻസാണ്. റെഡ് കിഡ്നി ബീൻസ് എന്ന് വെച്ചാൽ രാജ്മ ബീൻസാണ്. ഇവിടെ ഇങ്ങനെ കിട്ടുന്ന കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് എല്ലാം കുക്കിംഗ് എന്ത് ഈസി അറിയോ. ഇതിപ്പോൾ 400 ഗ്രാമിൻ്റെ ടിന്നാണ്. ഇതുപോലത്തെ 2 ടിന്നാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല, ഒരു ടിൻ ഉപയോഗിച്ചാലും മതി. പക്ഷേ കൂടുതൽ ഇരിക്കട്ടെ വിചാരിച്ചിട്ടാണ്, നല്ല റിച്ച് ആയിട്ട് ഇരിക്കട്ടെ. ഇത് ഓൾറെഡി വേവിച്ച് വെന്ത പിന്നെ രാജ്മ പയറായിരിക്കും ഇതിനകത്ത് വെള്ളത്തിൽ കിടക്കുന്നത്. പിന്നെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ആ വെള്ളത്തിൽ കിടക്കുന്നുണ്ട് കെമിക്കൽസ് ഒക്കെ ഉണ്ടാവില്ല. ഇതൊന്നും കെമിക്കൽസ് ഉണ്ടായ കാര്യങ്ങളല്ല, അത് സീൽ ചെയ്യുന്നതിൻ്റെ ഒരു രീതിയിൽ ചെയ്യുന്നത് കൊണ്ടാണ്. പിന്നെ ഈ വാട്ടർ എന്ന് പറയുന്നത് പ്യുവർ വാട്ടറിലാണ് ചെയ്യുന്നത്, അത് കെമിക്കൽ കണ്ടന്റ് ഇല്ല എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. എന്തായാലും അത് സ്റ്റോക്ക് ചെയ്ത് വരുന്ന വെള്ളം കഴുകി അത് ഇതിനകത്ത് നിന്ന് ഊറ്റി കളഞ്ഞിട്ട് ഈ രാജ്മ പയർ കഴുകിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമ്മുടെ ബസ്മതി റൈസ് എല്ലാം പാകത്തിന് വെന്ത ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. 2 കപ്പ് റൈസാണ് ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ പാൻ നല്ല ചൂടായി. ഇനി ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടായി തുടങ്ങി. ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇങ്ങനെ പൊട്ടി മൂത്ത് തുടങ്ങി. ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കാം. ഒരു വലുതല്ലെങ്കിൽ 2 ചെറുത്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ വാടി തുടങ്ങി. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി അരച്ചതും ജിഞ്ചർ പേസ്റ്റ്, അതും എല്ലാം റെഡിമെയ്ഡ് കിട്ടുന്നത് തന്നെയാണ്. ഇനി 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി കളറൊക്കെ മാറി തുടങ്ങണം. വഴറ്റി ഇതായിപ്പോൾ ഈ കണ്ടീഷനായിട്ടുണ്ട്. കളറൊക്കെ ചേഞ്ച് ചെയ്ത് തുടങ്ങി, മാറി വരുന്നു. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ പല സ്റ്റേജസ് ആയിട്ട് ഇച്ചിരി ആയിട്ട് ഇട്ട, എന്തായാലും 1/2 ടീസ്പൂൺ ടോട്ടലായിട്ട് ഇട്ടിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂൺ പെരിയമുളകിൻ്റെ പൊടി, ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കാം. 1 സെക്കൻഡ് മതി, എല്ലാം പാകത്തിന് പെട്ടെന്ന് മൂത്ത് കിട്ടും, എല്ലാം ചൂടായി കിടക്കല്ലേ. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർക്കാം, വഴറ്റി കൊടുക്കാം. അപ്പോൾ എല്ലാം പാകത്തിന് മൂത്ത് കഴിഞ്ഞു. ഇനി ചോപ്ഡ് ടൊമാറ്റോയുടെ ടിന്നിൽ നിന്നും പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഹാഫ് ടിന്ന് 200 ഗ്രാം ഒഴിച്ചു. അപ്പോൾ ടോട്ടൽ 400 ഗ്രാമാണ് ഒരു ടിന്ന്, അതിൽ ഹാഫ് എടുക്കുന്നു, 200 ഗ്രാം അതും കൂടി ചേർക്കുന്നു. നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കാം. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. ഇനി കുറച്ച് പഞ്ചസാരയും കൂടി വേണം, ഈ ടൊമാറ്റോയുടെ ഒരു പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. പഞ്ചസാര ഇത് കുറച്ച് വലിയ സ്പൂണാണ് കേട്ടോ, ഒരു ടീസ്പൂൺ എന്ന് പറയാൻ ഒക്കില്ല. അതുകൊണ്ട് തന്നെ ടേബിൾ സ്പൂണിൻ്റെയും ടീസ്പൂണിൻ്റെ ഇടയ്ക്കുള്ള സൈസാണ്. ഒരു ടീസ്പൂൺ പഞ്ചസാര ഞാനിപ്പോൾ ചേർത്തു എന്ന് പറയാം. ഇനിയാണ് രാജ്മ പയർ ചേർക്കുന്നത്. അപ്പോൾ വേവിച്ച രാജ്മ പയറാണ് ഉപയോഗിക്കേണ്ടത്. ഞാനിവിടെ ടിൻഡായിട്ടുള്ള രാജ്മ പയർ കഴുകിയെടുത്ത് വെച്ചത് ഉപയോഗിക്കുന്നു. നിങ്ങൾക്കിത് ടിൻഡ് രാജ്മ പയർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആവശ്യത്തിന് ഒരു കപ്പ് രാജ്മ പയർ തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് പിറ്റേ ദിവസം അത് കുക്കറിലിട്ട് ഉപ്പിട്ട് വേവിച്ച് ഊറ്റിയെടുത്താൽ മതി. ഇതിനകത്തേക്ക് ചേർക്കാം ഇതുപോലെ. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം, 1 മിനിറ്റ് മതി. എല്ലാം കൂടി നല്ലൊരു രാജ്മ മസാല റെഡിയായി കഴിഞ്ഞു. ഇച്ചിരി ഉപ്പ് നോക്കിക്കോട്ടെ, കുറച്ച് ഉപ്പും കൂടി വേണം. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കുന്നു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസും കൂടി ചേർത്ത് തുടങ്ങാം. അരി ഞാൻ ഇച്ചിരി ഉപ്പ് ചേർത്താണ് വേവിച്ചൂറ്റിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ മസാലയിലുള്ള ഉപ്പ് അതിനകത്തുണ്ട്, പ്ലസ് റൈസിനുള്ള കുറച്ച് ഉപ്പും അതിനകത്ത് തന്നെ ഉണ്ടാവും. ആ റൈസ് ഇച്ചിരി ഉപ്പോട് കൂടി തന്നെ വരുന്നത്. മുറിഞ്ഞു പോകരുത് റൈസ്, നല്ല ഇങ്ങനെ എന്താ പറയുക, നല്ലതായിട്ട് മിക്സ് ആവും വേണം. എന്നാൽ അങ്ങനെ പൊട്ടി പോകാനും പാടില്ല. ബാക്കി റൈസും കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി സാവധാനം ശ്രദ്ധിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തേക്കും മസാല പിടിക്കണം റൈസിൻ്റെ, അതേസമയം കുഴഞ്ഞു പോകാനും പാടില്ല. അതാണ് അതിൻ്റെ ഒരു പാകം. ഇത് നോക്കിയേ, എല്ലാം കറക്റ്റായിട്ട് മിക്സായി വരുന്നതുണ്ടോ? ഇപ്പോൾ രാജ്മ ചാവൽ ഈസ് ഗെറ്റിംഗ് റെഡി, ഓൾമോസ്റ്റ് റെഡി എന്ന് പറയാം. ഇനി അവസാനം ഞാൻ ചേർക്കാൻ പോണത് കുറച്ച് മല്ലിയിലയാണ്. ഒരു 1/4 കപ്പ് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നല്ലതായിട്ടൊന്ന് ഫൈനലായിട്ടൊരു മിക്സിങ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സിങ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചാൽ ചെയ്യണം കേട്ടോ, കുഴഞ്ഞു പോകാത്ത രീതി. നോക്കൂ, കാണാമല്ലോ അല്ലേ ഇപ്പം ഞാൻ ചെയ്യുന്നൊരു മെത്തേഡ്. ആ മസാലയൊക്കെ അതിന് കറക്റ്റായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത്രയും മതി. അത് ഈ റൈസിന് കണക്കാക്കി. ഇപ്പോൾ 2 കപ്പ് ബസ്മതി റൈസ് വേവിച്ച് ഊറ്റിയതാണിത്. അതെ, രാജ്മ ചാവൽ റെഡി. സോ ഈസി അല്ലേ? ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള ടൊമാറ്റോ റൈത്ത ചെയ്യാൻ പോണു. ബൗളിലേക്ക് 1 കപ്പ് നല്ല കട്ടിയുള്ള യോഗട്ട്. ഇവിടെയൊക്കെ നല്ല എളുപ്പമാണ് യോഗട്ട് കിട്ടുന്നത്. ഇപ്പോൾ നാട്ടിലും അങ്ങനത്തെ യോഗട്ട് കിട്ടുന്നുണ്ടല്ലോ. 1.5 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർക്കാം. 1 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇടുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ പച്ചമുളകൊക്കെ ചേർക്കാം കേട്ടോ. ഇവിടെ അത്ര എരിവ് വേണ്ടാത്തതുകൊണ്ട് ഇങ്ങനെ. ഇച്ചിരി ഉപ്പ്. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കി മാറ്റി വെച്ചിരുന്ന ഒരു 1/2 ടിൻ ചോപ്ഡ് ടൊമാറ്റോ ഇതിനകത്തേക്ക് ചേർക്കണം. ആ ഒരു ടിന്ന് പൊട്ടിച്ച് പകുതി ഇതിന് വേണ്ടി മാറ്റി, പകുതി ഞാൻ റൈസിലും ചേർത്തു. നല്ലൊരു മിക്സിങ്. ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ, ആവശ്യത്തിന്. കുറച്ച് ഉപ്പും കൂടി വേണം. ഇവിടെ എത്ര ഉപ്പിട്ടാലും പോരാന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഉപ്പിനെന്താ ഉപ്പില്ലാത്ത പോലെയാണ്. ഇനി ഒരു കുറച്ച് പഞ്ചസാരയും കൂടി, ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ചേർക്കുകയാണേ. അപ്പോൾ ഏതാണ്ടായി കഴിഞ്ഞു. ഇനി ഒരു സവാളയും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കാം. ഈ റൈത്തയിലേക്ക് ആ അരിഞ്ഞ സവാളയും കൂടി ചേർത്ത് കൊടുക്കുന്നു. നല്ലൊരു മിക്സിങ്. ഓക്കെ, ഇത് ബേസിക്കലി ഇതൊരു ടിൻഡ് ടൊമാറ്റോ റൈത്ത എന്ന് തന്നെ പറയാം. അങ്ങനെ ഈസി ടൊമാറ്റോ റൈത്ത ഇസ് റെഡി. അപ്പോൾ ഫൈനൽ ടേസ്റ്റിങ്ങും കൂടി ചെയ്ത് നോക്കട്ടെ റൈത്ത എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, പെർഫെക്റ്റ്, എല്ലാം കറക്റ്റാണ്. ഓക്കെ, നോക്കിയേ, ഈസി പാലക് പനീർ, രാജ്മ ചാവൽ, ടൊമാറ്റോ റൈത്ത. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? ഒരു അച്ചാറോ അത് വേണമെങ്കിലാവാം. പ്ലേറ്റിൻ്റെ അകത്തേക്ക് കുറച്ച് രാജ്മ ചാവൽ വയ്ക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് മാത്രം മതി. ഇതിനൊരു സൈഡ് ഡിഷിൻ്റെ ആവശ്യം പോലും ഇല്ല. ഇച്ചിരി തൈരും അച്ചാറും ഉണ്ടെങ്കിൽ ധാരാളം മതി. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് സൈഡ് ഡിഷൊക്കെ വേണം, എന്നാലേ ശരിയാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ സൈഡ് ഡിഷ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സൈഡിലായിട്ട് നല്ല കളർഫുൾ പാലക് പനീർ വയ്ക്കുന്നു. നല്ല പച്ച പച്ച പച്ച. അതിൻ്റെ സൈഡിലായിട്ട് ടൊമാറ്റോ റൈത്തയും. സൂപ്പറായില്ലേ? ഇനി എന്താ വേണ്ടേ? നല്ലൊരു യമ്മി ലഞ്ച് കോംബോ ഈസ് റെഡി. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ. അപ്പോൾ നിങ്ങളിത് ഇന്ന് ലഞ്ചിന് ഇതായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് കോംബോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.